മെട്രിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കെമിസ്ട്രിയാണ്. ഞാൻ നിജാസ്, മെട്രിക്സിലെ കെമിസ്ട്രി അധ്യാപകനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഭാഗങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ ആൽഫയിൽ പഠിച്ചവർക്ക് എന്നെ പരിചയമുണ്ട്. പുതുതായി അഡ്മിഷൻ എടുത്ത CBSE ICC സ്കൂളുകളിൽ പഠിച്ചവർക്ക് എന്നെ അറിഞ്ഞൂടായിരിക്കും. അപ്പോൾ എന്തായാലും ഈ പഠിപ്പിച്ച ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. അപ്പം അതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട, അത് മനസ്സിലാവുന്നവരെ പറഞ്ഞു തരും. അപ്പം അത് ഓൺലൈൻ ക്ലാസ്സിലൂടെ ആണെങ്കിലും അല്ലാതെയും ഡയറക്റ്റ് ഫോൺ വിളിച്ചാലും മതി. പഠിപ്പിക്കുന്ന ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കണം. അത് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട്, 1-2 പേരൊക്കെ വിളിച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പുതുതായി വന്നവരത്താണ് പറയുന്നത്, കണ്ടിട്ടില്ല നമ്മൾ. എങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്ലൈ അയച്ചാൽ മതി, ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിൽ 3 ലോസാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇനി അതിൽ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന 4ാമത്തെ ലോയാണ് ഗെയ്-ലുസാക്സ് ലോ. ഗെയ്-ലുസാക്സ് ലോ പറയുന്നത്, സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, വെൻ ഗ്യാസസ് കമ്പൈൻ or are produced in a chemical reaction, they do so in a simple ratio by volume provided all gases are at same temperature and pressure എന്നാണ്. അപ്പോൾ അത് എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് ആ ലോ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ തൊട്ട് താഴെ 2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഒന്ന് വാട്ടറിൻ്റെ ഫോർമേഷനാണ്, 2H2 + O2 gives 2H2, ബാലൻസ്ഡ് ഇക്വേഷനാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് അമോണിയയുടെ ഫോർമേഷനാണ്, N2 + 3H2 gives 2NH3. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ ആദ്യം വാട്ടറിൻ്റെ ഫോർമേഷൻ്റെ ഇക്വേഷൻ നോക്കുക. അതിൽ 2H2. അപ്പോൾ നമുക്ക് ആ ഓരോ മോളിക്യൂളിൻ്റെയും എണ്ണത്തിനെ വോളിയം ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 2H2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ 2 വോളിയം ഉണ്ട് എന്നെടുക്കുക. ആ താഴെ 2 എന്ന് റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്, 2. അതേപോലെ ഒരു O2 മോളിക്യൂളാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വോളിയം ഒരു O2 ഉള്ളൂ. ഓക്സിജൻ്റെ ഒരു മോളിക്യൂളേ ഉള്ളത് കൊണ്ട് അതിൻ്റെ എണ്ണത്തെ നമുക്ക് 1 വോളിയമായിട്ട് എടുക്കാം. ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2H2 ആണ്. 2H2 എന്ന് പറയുമ്പോൾ 2 വാട്ടർ. അപ്പോൾ നമുക്ക് 2 വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നതുകൊണ്ട് അതിൻ്റെ റേഷ്യോ, അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 2 ആക്കി എടുക്കുക. അപ്പോൾ വോളിയം അതിൻ്റെ എണ്ണമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ നമുക്ക് ഇങ്ങനെയാണെന്ന് പറയാം, 2:1:2. വാട്ടറിൻ്റെ ഫോർമേഷനിൽ ഓരോ മോളിക്യൂൾ തമ്മിലുള്ള എണ്ണത്തിനെ നമുക്ക് വോളിയമാക്കി കൺസിഡർ ചെയ്താൽ അതിൻ്റെ റേഷ്യോ 2:1:2 എന്ന് പറയും. 2 വാട്ടർ മോളിക്യൂൾ അല്ല, 2 H2 ആയതുകൊണ്ടാണ്, 2H2 ആയതുകൊണ്ടാണ് അതിന് 2 എന്ന് എടുത്തത്. 1 O2 മോളിക്യൂളേ ഉള്ളൂ, അതുകൊണ്ട് 1 എന്ന് എടുത്തു. അതേപോലെ 2 വാട്ടർ മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർ 2 എന്ന് എടുത്തു. അപ്പോൾ 2:1:2. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ്റെ വോളിയം 100 ml വേണമെന്നിരിക്കുക. ഹൈഡ്രജനെ നമ്മൾ 100 ml ആണ് എടുക്കുന്നതെങ്കിൽ 2 റേഷ്യോയിലാണ് 100 ml വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1 റേഷ്യോയിൽ മതി O2. കെമിക്കൽ ഇക്വേഷൻ അനുസരിച്ച് 1 റേഷ്യോയിൽ മതി O2. അങ്ങനെയാണെങ്കിൽ 100 ആണെങ്കിൽ 2 റേഷ്യോയിൽ 100 വരികയാണെങ്കിൽ 1 റേഷ്യോയിൽ അതിൻ്റെ പകുതി മതിയാവുമല്ലോ. അപ്പോൾ 50 ml വരും. അതേ കണക്ക് ഇപ്പുറത്തും 2 റേഷ്യോയിലാണ് വാട്ടർ ഫോം ചെയ്യുന്നത്, 2. അപ്പോൾ അപ്പുറത്ത് 200 ml ആയതുകൊണ്ട് ഇപ്പുറത്തും 100 ml തന്നെയാണ്. അതാണ്. അപ്പോൾ 2:1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ ആ വോളിയം വരും. 100 ml ആണെങ്കിൽ ഇപ്പുറത്തെ 1 റേഷ്യോ 100ൻ്റെ പകുതി മതി ഇപ്പുറത്ത്, അതുകൊണ്ട് 50 1 റേഷ്യോയിൽ വരും. ഇപ്പുറത്ത് 2 റേഷ്യോ തന്നെ വീണ്ടും വാട്ടർ വരുന്നതുകൊണ്ട് 100 ml തന്നെ വരും. ഇനി സെക്കൻഡ് ഇക്വേഷൻ നോക്കുക. അമോണിയയുടെ ഫോർമേഷനാണ്, N2 + 3H2 gives 2NH3. അപ്പോൾ ഒരു N2, ഒരു നൈട്രജൻ മോളിക്യൂൾ, + 3H2, അതായത് 3 ഹൈഡ്രജൻ മോളിക്യൂൾ, അതുകൊണ്ട് അത് റേഷ്യോ 3 വരും. 2 അമോണിയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അമോണിയയുടെ റേഷ്യോ 2. അപ്പോൾ അവിടെ വോളിയത്തിൻ്റെ റേഷ്യോ, അതായത് മോളിക്യൂളിൻ്റെ എണ്ണത്തിന് നമ്മൾ വോളിയത്തിൻ്റെ റേഷ്യോ ആയിട്ട് എടുത്താൽ 1:3:2 എന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന വോളിയം ഇപ്പോൾ 1 റേഷ്യോയിൽ 50 ml ആണെങ്കിൽ 3 റേഷ്യോയിലാണ് ഹൈഡ്രജൻ വേണ്ടത്. അപ്പോൾ 50 ആണ് 1 റേഷ്യോ നിൽക്കുന്നതെങ്കിൽ 150 ml ആയിരിക്കും 3 റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ വരുന്നത്.
അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 റേഷ്യോയിലേ ഉള്ളൂ. അപ്പോൾ 1:50 ആണ്. 1ൻ്റെ സ്ഥാനത്ത് 50 ആണ് നിൽക്കുന്നതെങ്കിൽ 2 അമോണിയ 2 ആയതുകൊണ്ട് 2 ആയതുകൊണ്ട് അതിൻ്റെ 1ൻ്റെ 2 മടങ്ങ് എടുക്കുക. 100 ml ആയിരിക്കും ഇപ്പുറത്ത് വരുന്നത്. അപ്പോൾ 50 ml 150 ml 100 ml. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 1 റേഷ്യോയിൽ 200 ml ആണ് നമ്മൾ നൈട്രജൻ എടുക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ 3 റേഷ്യോയിൽ ഹൈഡ്രജൻ വേണം. അപ്പോൾ 200 ആണ് 1 റേഷ്യോ എങ്കിൽ 200ൻ്റെ 3 റേഷ്യോ എന്ന് പറയുന്നത് 600 ml ആയിരിക്കും. അത് കണക്ക് ഇവിടെ 2 റേഷ്യോയിലെ അമോണിയ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് 200ൻ്റെ 2 റേഷ്യോ 400 വരും. അപ്പോൾ 200 ml 600 ml 400 ml. അപ്പോൾ ഇതേപോലെ വോളിയംസ് തമ്മിലൊരു റേഷ്യോ ഉണ്ടാകും. ആ എണ്ണത്തിന് തന്നെയാണ് നമ്മളിവിടെ വോളിയമായിട്ട് കൺസിഡർ ചെയ്തത്. അപ്പോൾ അതനുസരിച്ചിട്ട് മോളിക്യൂളിൻ്റെ എണ്ണം ആണ് ഇവിടെ നമ്മൾ വോളിയമായിട്ട് കൺസിഡർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വാട്ടറിൻ്റെ ഫോർമേഷനുമായിട്ടുള്ള ഇക്വേഷനിൽ ആ വോളിയത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1:2 ആണ്. റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും തമ്മിലുള്ള വോളിയത്തിൻ്റെ റേഷ്യോ 2:1:2 എന്നെടുക്കുന്നു. സെക്കൻഡ് ഇക്വേഷനിൽ 1:3:2 എന്നും എടുക്കുന്നു. അപ്പോൾ അവിടെയും റിയാക്റ്റൻറ്റ് 1:3, പ്രോഡക്റ്റ് 2 റേഷ്യോയിൽ നിൽക്കുന്നു രണ്ടാമത്തെ ഇക്വേഷനിൽ. ഇത് തന്നെയാണ് ആ ലോ പറയുന്നത്. ഇനി നമുക്ക് ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. മീൻ ഗ്യാസസ് കമ്പൈൻഡ് ഓർ ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഗ്യാസസ് കമ്പൈൻ ചെയ്യുകയോ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്താൽ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷനിൻ്റെ ഭാഗമായിട്ട് ഗ്യാസസ് കമ്പൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദേ ഡു സോ ഇൻ എ സിമ്പിൾ റേഷ്യോ ബൈ വോളിയം. അപ്പോൾ അതിൻ്റെ വോളിയംസ് തമ്മിൽ എന്തുണ്ട്, ഒരു സിമ്പിൾ റേഷ്യോ പ്രൊവൈഡ് ചെയ്യുമെന്നാണ്. അതായത് ഒരു സിമ്പിൾ റേഷ്യോ നിലനിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ദേ ഡു സോ ഇൻ എ സിമ്പിൾ റേഷ്യോ ബൈ വോളിയം പ്രൊവൈഡഡ് ഓൾ ഗ്യാസസ് ആർ അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ ഇങ്ങനെ കമ്പൈൻ ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഗ്യാസസിൻ്റെ വോളിയംസ് തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഗെയ്-ലുസാക്സ് ലോ പറയുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ ഇപ്പോൾ വാട്ടറിൻ്റെ ഫോർമേഷനാണ് എങ്കിൽ 2:1:2. ഇവിടെ ശ്രദ്ധിക്കണം, വാട്ടർ വേപ്പറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് എടുക്കണം. വാട്ടർ വേപ്പറാണ്. അപ്പോൾ ഗ്യാസസിന് മാത്രമാണ് ഇത് പറയുന്നത്. ഗ്യാസ് ലോ ആണ്, ഗ്യാസസിന് മാത്രമാണ് ഇത് പറയുന്നത്, ഈ ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ വാട്ടർ വേപ്പർ, ഓക്കെ. രണ്ടാമതെല്ലാം ഗ്യാസ് തന്നെയാണ്. അപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, വാട്ടർ വേപ്പർ എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണ് എന്ന് കരുതണം. രണ്ടാമത്തെ ഇക്വേഷനിലും എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇങ്ങനെ ഗ്യാസസ് കമ്പൈൻ ചെയ്യുകയോ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ, ഒരു റിയാക്ഷനിൽ ഗ്യാസസ് കമ്പൈൻ ചെയ്യുകയോ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയംസ് തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ലോയാണ് ഗെയ്-ലുസാക്സ് ലോ. അപ്പോൾ വെൻ ഗ്യാസസ് കമ്പൈൻ ഓർ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദേ ഡു സോ ഇൻ എ സിമ്പിൾ റേഷ്യോ ബൈ വോളിയം പ്രൊവൈഡഡ് ഓൾ ഗ്യാസസ് ആർ അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ സെയിം ടെമ്പറേച്ചറും പ്രഷറിലുമാണ് ഈ ലോ ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ലോയിലേക്ക് പോവാം. അവോഗാഡ്രോ ലോ എന്ന് നമ്മൾ പറയുന്ന സെക്കൻഡ് ലോ, അതായത് അഞ്ചാമത്തെ ആണ് മൊത്തത്തിൽ നോക്കുമ്പോൾ അവോഗാഡ്രോ ലോ. അപ്പോൾ ലോ എന്താണ് പറയുന്നത് നോക്കാം. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്: അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ്. അതായത് ഒരു ഗ്യാസിൻ്റെ വോളിയം അതിലെ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കണ്ടീഷനുണ്ട്, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും പ്രഷറും ആയിരിക്കുമ്പോൾ ഒരു ഗ്യാസിൻ്റെ വോളിയം നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ നമ്മളൊരു ബലൂൺ ഫില്ല് ചെയ്യുന്നു, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലും പ്രഷറിലും, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലും പ്രഷറിലും വെച്ചിട്ട് വേരിയേഷൻ ഇല്ല, ടെമ്പറേച്ചറും പ്രഷറും ഒരേപോലെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ബലൂൺ നിറയ്ക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മൾ ഊതി നിറയ്ക്കുന്നു. അപ്പോൾ ഒരു ബലൂൺ എടുക്കുന്നു, നമ്മൾ ഊതുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എയർ മോളിക്യൂൾ ഫില്ല് ചെയ്യുകയാണ്. നമ്മൾ ഊതി ആ ബലൂണിൻ്റെ ഉള്ളിൽ എയർ മോളിക്യൂൾ ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ എയർ മോളിക്യൂൾ ഫില്ല് ചെയ്യുന്നതനുസരിച്ച് ബലൂൺ വികസിച്ച് വരും, അതായത് ബലൂണിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ എന്തുമാത്രം എയർ മോളിക്യൂൾസ് ആ ബലൂണിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുമോ അതിനനുസരിച്ചിട്ട് ബലൂണിൻ്റെ വോളിയം കൂടി വരും. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾ കൂടുന്നു അതിൻ്റെ അകത്ത്, അതിനനുസരിച്ച് ബലൂണിൻ്റെ വോളിയം കൂടുന്നു. അപ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. അതേപോലെ പെരിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ബലൂൺ തുറന്നു വിടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എയർ മോളിക്യൂളെല്ലാം വെളിയിൽ പോകും. അങ്ങനെയാണെങ്കിൽ ബലൂണിൻ്റെ വോളിയം കുറയും, ബലൂൺ ചുരുങ്ങും, ബലൂണിൻ്റെ വോളിയം കുറയും. അപ്പോൾ മോളിക്യൂൾ കുറഞ്ഞപ്പോൾ ബലൂണിൻ്റെ വോളിയവും കുറഞ്ഞു. അപ്പോൾ മോളിക്യൂൾ കൂടുന്നതനുസരിച്ച് ഒരു ഗ്യാസിൻ്റെ വോളിയം കൂടിക്കൊണ്ടിരിക്കും. മോളിക്യൂളിൻ്റെ എണ്ണം കുറയുന്നതനുസരിച്ച് ഒരു ഗ്യാസിൻ്റെ വോളിയം കുറയും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് മോളിക്യൂൾ നിറയ്ക്കുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ അകത്തുള്ള എയറിൻ്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് ബലൂൺ വലുതായത്. ഇനി എയർ മോളിക്യൂളിൻ്റെ എണ്ണം പുറത്ത് പോയി എയർ മോളിക്യൂൾസ് കുറഞ്ഞതുകൊണ്ടാണ് അതിൻ്റെ അകത്തുള്ള എയറിൻ്റെ വോളിയം കുറഞ്ഞത്. അതുകൊണ്ട് ബലൂൺ ചെറുതായി. അത്രയേ ഉള്ളൂ, സിമ്പിളായാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ലോ പറയുന്നത്. അപ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അത്
ആ ഒരു കണ്ടീഷനിൽ മാത്രമേ ഈ റിലേഷൻ കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ നമ്മളത് മാത്തമെറ്റിക്കലി ഒരു റിലേഷനായിട്ട് എഴുതുവാണെങ്കിൽ വി വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ മാത്തമെറ്റിക്കലി അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, ഇനി ഈ ലോയുടെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസ് ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അത് ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വന്ന സാധനമാണ്. അതായത് നമ്മൾ ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ടെമ്പറേച്ചറും പ്രഷറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എടുക്കുന്നത്. അപ്പോൾ സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും നമ്മൾ ഒരേ വോളിയമുള്ള ഒരു കുറച്ച് ഗ്യാസസ് വെച്ചിട്ടുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വോളിയം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ആയതുകൊണ്ട് വോളിയം സെയിം ആയിരുന്നാൽ, അവയുടെ എല്ലാം വോളിയം സെയിം ആയിരുന്നാൽ അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം ആയിരിക്കും. ഇപ്പോൾ ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും ഈക്വൽ വോളിയമുള്ള കുറച്ച് ഈക്വൽ വോളിയം ഗ്യാസസ് ഫില്ല് ചെയ്തിട്ടുള്ള സിലിണ്ടേഴ്സ് വെച്ചേക്കുവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസസുകളുടെ എല്ലാം വോളിയം സെയിം ആയതുകൊണ്ട്, സെയിം വോളിയമുള്ള ഗ്യാസസാണ് വെച്ചിരിക്കുന്നത്, ആ സെയിം വോളിയം ആയതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസ് ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് ദി സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ ഒരേ ടെമ്പറേച്ചറിലും ഒരേ പ്രഷറിലും നമ്മൾ ഒരേ വോളിയം ഗ്യാസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. ഇതാണ് അവോഗാഡ്രോ ലോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാലും കറക്റ്റാണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂളും സെയിം ആണ്. അതുകൊണ്ട് ഒരേ വോളിയമുള്ള ഗ്യാസുകൾ ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും ഇരുന്നാൽ അവയിലുള്ള എല്ലാ മോളിക്യൂളിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് സെക്കൻഡ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് പഠിച്ചു വന്നിട്ടുള്ള കാര്യമാണ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി. ഡാൽട്ടൺസ് അറ്റോമിക് തിയറി ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, അത് നോക്കാം. അതിൽ 3-4 പോയിൻറ്റ്സ് ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക് തിയറി കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻറ്റ്, മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. അപ്പോൾ മാറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചുറ്റുപാടുമുള്ള ഈ വസ്തുക്കളെല്ലാം മാറ്ററിൻ്റെ മാറ്ററാണ്. അതിൻ്റെ ഡിഫറൻറ്റ് ഫോംസ്, അതിൻ്റെ ഡിഫറൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റുകൾ പഠിച്ചിട്ടുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അത് തന്നെയാണ് ആറ്റംസ് മോളിക്യൂൾസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് തന്നെയാണ്, ആ ഒരു സാധനത്തെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. അപ്പോൾ മാറ്റർ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് വിഭജിക്കാൻ കഴിയാത്ത ആറ്റങ്ങൾ കൊണ്ടാണ്. മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ആറ്റംസ് ഓഫ് സിമിലർ എലമെൻറ്റ് ഹാവിങ് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിങ് ഐഡൻറ്റിക്കൽ മാസ്. എന്ന് പറഞ്ഞാൽ ഒരേ എലമെൻറ്റിൻ്റെ തന്നെ ആറ്റംസ്, ഇപ്പോൾ ഓക്സിജൻ, കുറച്ച് ഓക്സിജൻ ആറ്റംസ് നമ്മൾ കളക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതെല്ലാം ഓക്സിജൻ്റെ ആറ്റംസ് ആണ്. അപ്പോൾ അവയുടെ എല്ലാം പ്രോപ്പർട്ടീസും സിമിലർ ആയിരിക്കും, ഇൻക്ലൂഡിങ് ഐഡൻറ്റിക്കൽ മാസ്. അപ്പോൾ ഓക്സിജൻ എല്ലാത്തിൻ്റെ ആറ്റോമിക് മാസ് സെയിം ആയിരിക്കത്തില്ലേ? അപ്പോൾ ഇൻക്ലൂഡിങ് സെയിം പ്രോപ്പർട്ടീസ്, ഇൻക്ലൂഡിങ് ഐഡൻറ്റിക്കൽ മാസ്, അതുപോലെ തന്നെ ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും, അതിൻ്റെ മാസും സെയിം ആയിരിക്കും. അതായത് ഒരേ എലമെൻറ്റിൻ്റെ ആറ്റംസ്, ഡിഫറെൻറ്റ് ആറ്റംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഒരേ എലമെൻറ്റ് തന്നെ ആയതുകൊണ്ട് അവയുടെ പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും, മാസും സെയിം ആയിരിക്കും. അപ്പോൾ ആറ്റംസ് ഓഫ് സിമിലർ എലമെൻറ്റ്സ് ഹാവിങ് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിങ് ഐഡൻറ്റിക്കൽ മാസ്. തേർഡ് പോയിന്റ്, ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് എലമെൻറ്റ് ഹാവിങ് ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. ഇപ്പോൾ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ആറ്റം നമ്മൾ കളക്ട് ചെയ്താൽ രണ്ടിന് ഒരേ പ്രോപ്പർട്ടി ആയിരിക്കുമോ? ഇല്ലല്ലോ. ഹൈഡ്രജൻ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും, ഓക്സിജൻ ആറ്റത്തിന് വേറൊരു പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് എലമെൻറ്റ് ഹാവിങ് ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. അപ്പോൾ ഇവിടെ മാസും ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് അല്ല ഓക്സിജൻ്റെ മാസ്. അപ്പോൾ ഡിഫറൻറ്റ് ആറ്റംസ്, ഡിഫറൻറ്റ് എലമെൻസിൻ്റെ ആറ്റംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടീസ് രണ്ടിന് രണ്ടായിരിക്കും, അത് കണക്ക് മാസും രണ്ടായിരിക്കും. അപ്പോൾ ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് എലമെൻറ്റ് ഹാവിങ് ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ഇൻ എ ഫിക്സഡ് റേഷ്യോ. അതായത് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് അതിൽ വരേണ്ടുന്ന ആറ്റംസ് ഡിഫറൻറ്റ് എലമെൻറ്റ്സ്, ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ഇൻ എ ഫിക്സഡ് റേഷ്യോ. ഒരു ഫിക്സഡ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ വാട്ടറിൽ നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും ആണുള്ളത്. പക്ഷേ അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ഹൈഡ്രജന് 1 ഓക്സിജൻ വേണം. അതാണ് ആ ഫിക്സഡ് റേഷ്യോ എന്ന് പറയുന്നത്. 2 ഹൈഡ്രജന് 1 ഓക്സിജൻ. ആ ഒരു എണ്ണത്തിൻ്റെ റേഷ്യോ 2:1. ഹൈഡ്രജൻ 2 വേണം,
ഓക്സിജൻ 1 വേണം. അപ്പോൾ അങ്ങനെ ഒരു റേഷ്യോയിൽ, ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്. വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. അതേപോലെ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കാർബണും ഓക്സിജനുമാണ്. അപ്പോൾ കാർബൺ 1 CO2 എന്നാണ് മോളിക്കുലർ ഫോമുല. അതുകൊണ്ട് കാർബൺ 1 വേണം, ഓക്സിജൻ 2 വേണം. അങ്ങനെയാണ് CO2 എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് CO2. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് NaCl എന്നാണ് ഫോമുല, NaCl. അപ്പോൾ സോഡിയം 1 വേണം, ക്ലോറിൻ 1 വേണം. അപ്പോൾ അങ്ങനെ ഒരു എണ്ണമുണ്ട്. ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യാൻ വേണ്ടി ഒരു ഫിക്സഡ് റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ് ഈ എലമെൻസിൻ്റെ ആറ്റംസ് കമ്പൈൻ ചെയ്യേണ്ടത്. അതാണ് 4th പോയിന്റ്. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ഇൻ എ ഫിക്സഡ് റേഷ്യോ. അടുത്ത 5th പോയിന്റ് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസിലെല്ലാം എന്താണ് റീഓർഗനൈസേഷനാണ് നടക്കുന്നത്, ആറ്റംസിൻ്റെ റീഓർഗനൈസേഷൻ. അതായത് നമുക്ക് വേണമെങ്കിൽ ആ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിളിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ 2H2 + O2 = 2H2. അപ്പോൾ ഇവിടെ റിയാക്റ്റൻ്റായിട്ട് നിൽക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഫോം ചെയ്ത വാട്ടറിലും ഹൈഡ്രജൻ ഓക്സിജനും മാത്രമേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ആറ്റംസ് വന്നിട്ടുണ്ടോ വെളിയിൽ നിന്ന്? ഇല്ലല്ലോ. നമ്മൾ റിയാക്റ്റൻറ്റിലുള്ള അതേ ആറ്റംസ് തന്നെയാണ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കമ്പൈൻ ചെയ്ത് വാട്ടർ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഫോം ചെയ്തത്. അതിനൊക്കെ സെക്കൻഡ് ഇക്വേഷൻ നോക്കിയാൽ അവിടെ റിയാക്റ്റൻ്റായിട്ട് നൈട്രജൻ ഹൈഡ്രജനുമാണ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടിയത് അമോണിയയാണ്. അമോണിയയിൽ ഹൈഡ്രജനേ ഉള്ളൂ, അതൊന്ന് വേറൊരു രീതിയിൽ കമ്പൈൻ ചെയ്തു, അങ്ങനെയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ റിയാക്ഷനും. നമ്മൾ എന്താണോ റിയാക്റ്റൻ്റായിട്ട് എടുക്കുന്നത് അതിലുള്ള ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്പൈൻ ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അതാണ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓർഗനൈസ് ചെയ്യുന്ന ഒരു മാറ്റം സംഭവിച്ച് പുതിയൊരു പ്രോഡക്റ്റ് കിട്ടും. അതിൽ നമ്മൾ റിയാക്റ്റൻറ്റിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ടോ അത് തന്നെ പ്രോഡക്റ്റിലും കാണത്തുള്ളൂ. പക്ഷേ അതിൻ്റെ ആ ഒരു രീതി മാറിയ കമ്പൈൻ ചെയ്തിരിക്കുന്ന രീതി വ്യത്യാസപ്പെടും. പിന്നെ ദീസ് ആർ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ദീസ് ആർ നെയ്തർ ബി ക്രിയേറ്റഡ്, അത് പുതിയതായിട്ട് ആ റിയാക്ഷനിൽ പുതിയ ആറ്റംസ് ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, അത് കണക്ക് നശിച്ചു പോകുന്നുമില്ല. റിയാക്റ്റൻറ്റിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ടോ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് പ്രോഡക്റ്റായിട്ട് മാറുന്നു. അവിടെ റിയാക്റ്റൻറ്റിൽ ഏതെങ്കിലും ആറ്റംസ് നശിച്ചു പോവുകയോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൽ പുതിയ ആറ്റംസ് ഉണ്ടാവുകയോ ഒന്നും ചെയ്യത്തില്ല. ഉള്ളത് മാത്രം കമ്പൈൻ ചെയ്ത് ഉള്ള ആറ്റംസ് കമ്പൈൻ ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റായിട്ട് മാറുന്നു. അതാണ് 5th പോയിന്റ്. കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. ദീസ് ആർ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിൽ വരുന്നതല്ല ഡാൽട്ടൺസ് അറ്റോമിക് തിയറി, അതും കൂടെ ഈ ക്ലാസ്സിൽ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 2 ലോയും ഒരു അറ്റോമിക് തിയറിയുമാണ്. അപ്പോൾ 4th ലോ, ഗെയ്-ലുസാക്സ് ലോ പറഞ്ഞു, ഇങ്ങനെ ഗ്യാസസ് കമ്പൈൻ ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു റിയാക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ റിയാക്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഗ്യാസസിൻ്റെ വോളിയൂംസിൽ ഒരു റേഷ്യോ ഉണ്ടാവും, അത് കണക്ക് കിട്ടുന്ന പ്രോഡക്റ്റായിട്ട് കിട്ടുന്ന ഗ്യാസിലും ഒരു റേഷ്യോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് എക്സാമ്പിൾ അനുസരിച്ച് എണ്ണമാണ് നമ്മൾ വോളിയായിട്ട് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ 2H2 2 O2 1 അപ്പോൾ 2:1 പ്രോഡക്റ്റ് ആകുമ്പോൾ വാട്ടർ വേപ്പറാണ് 2. അപ്പോൾ 2:1:2. അത് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻസിൽ അമോണിയയുടെ ഫോർമേഷൻ പറഞ്ഞു. അപ്പോൾ N2 + 3H2 = 2NH3. അപ്പോൾ അതിൽ നൈട്രജൻ 1 ഉള്ളൂ, അപ്പോൾ അതിൻ്റെ റേഷ്യോ 1 3H2. അതുകൊണ്ട് ഹൈഡ്രജൻ്റെ റേഷ്യോ 3, അതിനകം 2 അമോണിയ അപ്പോൾ 2. 1:3:2 എന്ന റേഷ്യോയിലാണ് സെക്കൻഡ് ഇക്വേഷൻ വരുന്നത്. ആ റേഷ്യോ അനുസരിച്ച് നമുക്ക് വോളിയം ചേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് 100 ml വാട്ടർ 2 റേഷ്യോ നിൽക്കുകയാണെങ്കിൽ ഇവിടെ 1 റേഷ്യോയിൽ മതി ഓക്സിജൻ, അപ്പോൾ 50 മതി. 2 വാട്ടർ, അപ്പോൾ ഇവിടെ 200 ആയതുകൊണ്ട് ഇവിടെയും 200 തന്നെ വരും. സെക്കൻഡ് ഇക്വേഷൻ അനുസരിച്ച് 1 റേഷ്യോയിൽ ഇപ്പോൾ 50 എടുക്കുകയാണെങ്കിൽ 3 റേഷ്യോയിൽ വേണം ഹൈഡ്രജൻ, അതുകൊണ്ട് 150 ml വോളിയം വരും. ഇവിടെ 2 അമോണിയ ആയതുകൊണ്ട് 150 ആണെങ്കിൽ 2 റേഷ്യോയിൽ 100 വരും. അത് കണക്ക് ഇപ്പോൾ വേറൊരു കേസ് എടുത്താൽ ഇപ്പോൾ 1 റേഷ്യോയിൽ 200 ml നൈട്രജനാണ് എടുക്കുന്നത് എങ്കിൽ അതിന് റിയാക്ട് ചെയ്യാൻ 3 റേഷ്യോയിൽ ഹൈഡ്രജൻ വേണ്ടി വരും. അപ്പോൾ 200ൻ്റെ 3 റേഷ്യോ എന്ന് പറഞ്ഞാൽ 600 ml ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 അമോണിയ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 റേഷ്യോയിൽ 200 ആണെങ്കിൽ 2 റേഷ്യോയിൽ 400 ml. ഓക്കെ, ഇനി അടുത്ത അവോഗാഡ്രോ ലോ ആണ് പിന്നെ പറഞ്ഞത്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് ഒരു ഗ്യാസിൻ്റെ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂളും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത് കണക്ക് തന്നെ അത് വെച്ച് തന്നെ വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസ് ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് ദി സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പിന്നെ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി, ഇതാ ഒരു 5 പോയിൻറ്റ്സ്. അപ്പോൾ ഇത്രയും പഠിക്കുക. എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക, അത് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക.
അപ്പോൾ പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ പുതുതായി വന്നവർ, പരിചയമില്ലാത്തതുകൊണ്ടാണ് പുതുതായി വന്നവർ, ബാക്കിയുള്ളവരും ചോദിക്കും എന്ന് വിചാരിക്കുന്നു. പുതുതായി വന്നവർക്ക് പരിചയമില്ല, കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ചോദിക്കണം.